സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഫിസിക്സ് ICC സിലബസ് അല്ല, ഫിസിക്സ് ആൻഡ് സയൻസ് ചാപ്റ്റർ ലൈറ്റ്. അപ്പം നമുക്കിന്ന് നോക്കാനുള്ളത് ജേർണി ഓഫ് ലൈറ്റ്. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഫിസിക്സിൻ്റെ എവർഗ്രീനിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നു മിക്ക സ്കൂളുകളിലും ICC സ്കൂളുകളിലും ഇപ്പം ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് ലൈറ്റ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ലൈറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് എന്താണ്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് അഫക്ട്സ് അവർ ഐസ് ടു പ്രൊഡ്യൂസ് ദ സെൻസേഷൻ ഓഫ് ദ വിഷൻ. എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. അത് നമ്മളെ കാണുവാൻ സഹായിക്കുന്നു. എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ചുറ്റും നിങ്ങൾ നോക്കുക, ഇപ്പം നിങ്ങൾ കാണുന്ന ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ TV എന്തിനാണ് നിങ്ങൾ കാണുന്നത്, അതൊരു ലൈറ്റിൽ നിന്നാണ് എന്തോ എടുത്തിരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ബർത്ത് ഓഫ് ലൈറ്റ്, ഇതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്, അത് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ലൈറ്റ് രണ്ട് തരമാണ്. ഒന്നെന്ന് പറയുമ്പോൾ ലുമിനസ്, അതിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നോൺ ലുമിനസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുമിനസ് സ്വന്തമായിട്ട് ലൈറ്റ് എന്തെടുക്കും, പുറപ്പെടുവിക്കും. അപ്പോൾ നോൺ ലുമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലുമിനസിൻ്റെ ലൈറ്റിനെ എന്തെടുക്കും, റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കൂ, മൂൺ എന്ന് പറയുമ്പോൾ നോൺ ലുമിനസ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലുമിനസ് ആണ് സണ്ണിൻ്റെ റിഫ്ലക്ഷനാണ് മൂൺ എന്തോ എടുക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഭൂമിയിലേക്ക് കാണിക്കുന്നത്. അപ്പം ദ മൂൺ ഹാസ് നോ ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ, ഇറ്റ് റിഫ്ലക്ട് സൺലൈറ്റ് ബാക്ക് ടു ദ എർത്ത് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെയാകുമ്പം അടുത്തത് ഇപ്പം ലുമിനസ് ആണ് ടോർച്ച്. അപ്പം ഈ ബുക്കിനകത്ത് തട്ടിയിട്ട് ഇത് റിഫ്ലക്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ലൈറ്റ് ഇടാതെ ഒരു എന്തെങ്കിലും വായിക്കുന്ന നോക്കിയാൽ കാണത്തില്ല. പക്ഷേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ബുക്കിലുള്ള സാധനത്തെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിനെ കാണിക്കും. എ ലുമിനസ് ടോർച്ച് ഷൈനസ് ലൈറ്റ് ഓൺ എ നോൺ ലുമിനസ് ബുക്ക് റിഫ്ലക്റ്റിംഗ് ടു ദ ഐ. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായ ഒരു എളുപ്പത്തിൽ ഓർക്കാനുള്ള ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ക്ലാസ് ഒരു ടെസ്റ്റ് നടത്തി വിചാരിച്ചോ. അപ്പം ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുക, അവൻ ലുമിനസ് ആയിട്ട് കണക്ക് കൂട്ടുക. അപ്പോൾ എന്തായാലും ഇവന് കോപ്പി അടിക്കുക ഒത്തിരി പേര് കാണും. അവരെല്ലാം നോൺ ലുമിനസ് ആയിട്ട് കണക്ക് കൂട്ടുക. എന്നിട്ട് ഈ ലുമിനസ് ആയിട്ടുള്ള ചേർക്കാൻ എഴുതുന്ന എല്ലാം എന്തെടുക്കും, ഈ നോൺ ലുമിനസ് ആയിട്ടുള്ള എന്തെടുക്കും, കോപ്പി അടിക്കും. പിന്നെ ഇത് സപ്പോർട്ടും ചെയ്യുന്നില്ല, ജസ്റ്റ് എക്സാമ്പിൾ, നിങ്ങളിത് മനസ്സിലൊന്ന് ഓർത്തിരിക്കുക. സെക്കൻഡാണ് റൂൾസ് ഓഫ് ദ റോഡ് വെൻ ലൈറ്റ് ഹിറ്റ് സംതിങ്. എന്ന് പറയുമ്പോൾ ലൈറ്റ് ഇപ്പം എന്തിനെങ്കിലും ചെന്ന് തട്ടുമ്പോൾ ചില സമയത്ത് ഇപ്പം ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ അതിനെ ഫുള്ളായിട്ട് കടത്തി വിടും, ഒപ്പക്ക് ആണെങ്കിൽ അതിനെ കടത്തി വിടത്തേയില്ല. അതല്ലെങ്കിൽ ട്രാൻസ് ലെങ്ത് ആണെങ്കിൽ ഇതെടുക്കും, ഇതിനെ ഇച്ചിരി എന്ന് പറയുമ്പം ഒരു മീഡിയം ലെവലിൽ. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് തന്നെ ട്രാൻസ്പെറൻറ്റ്, ലൈറ്റ് പാസസ് ത്രൂ ഈസിലി സോ യു ക്യാൻ സീ ക്ലിയർലി. എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ അടുത്തതാണ് ട്രാൻസ്ലൂസൻറ്റ്, ഓൺലി സം ലൈറ്റ്സ് ഗെറ്റ്സ് ത്രൂ മേക്കിംഗ് ദ വ്യൂ ബ്ലറി. എന്ന് പറയുമ്പോൾ ചില സബ്സ്റ്റൻസിനെ മാത്രം, ചില ലൈറ്റിനെ മാത്രം കടത്തി വിടത്തുള്ളൂ, പിന്നെ അത് ബ്ലറായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ചില സമയത്ത് ഇപ്പം ഫോണിലെ ക്യാമറ എടുത്ത് പഴയ ഫോണാകുമ്പോഴത്തേക്കും എന്തെടുക്കും, അത് ഒരു ബ്ലറായിരിക്കും. പിന്നെ അടുത്തതാണ് ഒപ്പാക്കോ, നോ ലൈറ്റ് ക്യാൻ പാസ് ത്രൂ അറ്റ് ഓൾ വിച്ച് ക്രിയേറ്റ്സ് ഷാഡോസ്. എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റിനും അപ്പോൾ ഒരു വഴിയിലും എന്തെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഒരു ഡോറ്, അപ്പോൾ ആ ഡോറ് വെച്ചതിന് അവിടെ പുറത്തുനിന്നുള്ള ലൈറ്റ് കയറത്തില്ല. നമ്മുടെ അടുത്തതായിട്ട് വരുന്നത് മൂന്നാമതാണ് ലൈറ്റ് സ്ട്രേറ്റ്, ദ വൺ സിമ്പിൾ റൂം. ഇതിനകത്ത് തന്നെ നമ്മൾ ആദ്യം ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതാണ്ട് പടാവല വലിയ സാധനമാണെന്ന്. ബട്ട് ദിസ് ഈസ് വെരി ഈസി, നിങ്ങൾക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ആവും. ഇച്ചിരി കട്ടിയുള്ള പേരാണ്, ഇച്ചിരി പാടാണ് ഇത്. നിങ്ങൾക്ക് ആ പേരിൽ മാത്രമുള്ള കട്ടി. ഇത് സിമ്പിൾ റൂളാണ്. ദ ആൻസർ റിവീൽസ് എവറിത്തിങ് അബൌട്ട് ദ ലൈറ്റ് മൂവ്സ്. എന്ന് പറയുമ്പോൾ ഈ ലൈറ്റിൻ്റെ മൂവ്മെൻറ്റിന് എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ മൂവ്, അതിനെയാണ് ഈ ഒരു ആൻസർ. ഇത് നിങ്ങൾ കണ്ടോണം. ഇതിൻ്റെ പേര് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം ഇച്ചിരി ചെറുതായിട്ട്, അതിൻ്റെ പേരാണ് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ, ദ മോഷൻ ഓഫ് ലൈറ്റ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ പാത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിന് നേരെ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള റൂളാണ്. ലൈറ്റ് എപ്പോഴും നേരെ മാത്രമേ പോകത്തുള്ളൂ, അല്ലാതെ വരും ചളഞ്ഞൊന്നും പോകത്തില്ല. അതാണ് ലൈറ്റിൻ്റെ റെക്റ്റാങ്കുലർ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതാണ് കുറച്ച് എക്സാമ്പിൾസ്. ഇപ്പോൾ സണ്ണിൻ്റെ നേരെ താഴോട്ടാണ് നമുക്ക് ഭൂമിയിലോട്ട് വെട്ടണം. അപ്പം ഇതിനൊരു വളവോ ചെരിവോ ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഇത് നേരെ ആയിരിക്കും വരുന്നത്. പിന്നെ പിൻഹോൾ ക്യാമറാസ് ഞാൻ പറഞ്ഞുതരാം. പിൻഹോൾ ക്യാമറാസ് പറയുമ്പം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ആർട്ടിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫോട്ടോഗ്രാഫി ആർട്ടിസ്റ്റ് ചെയ്യുന്നത്, ക്യാമറ എല്ലാവരാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്ട്രേറ്റ് ലൈനാണ് എന്ന് പറയുമ്പോൾ ഈ പിൻഹോൾ ക്യാമറ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രേറ്റ് ലൈനെയാണ് ഉദ്ദേശിക്കുന്നത്.
എന്ന് പറയുമ്പം ഒരിക്കലും ഈ ലൈറ്റ് എന്തൊടുക്കത്തില്ല, വളയുകയോ ചെരിയുകയോ ചെയ്യത്തില്ല. അപ്പോൾ ഈ പിൻഹോൾ ക്യാമറ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ എക്സിബിഷനിലൊക്കെ ഒരു അടിപൊളി സാധനമാണ്. യൂട്യൂബിൽ നോക്കിക്കാണാൻ നിങ്ങൾക്ക് എന്തായാലും കൊടുക്കും, ഉറപ്പായിട്ട് ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് കിട്ടും. അപ്പം നമ്മുടെ ഈ പിൻഹോൾ ക്യാമറ എന്ന് പറയുമ്പം ഒരു കറങ്ങിയ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്തുണ്ടാവുന്ന ഇമേജിൻ്റെ, പുറത്തിരിക്കുന്ന ഇമേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ തിരിഞ്ഞ് എന്ന് പറയുമ്പം ഇപ്പോൾ മണ്ടയ്ക്കുള്ളത് താഴെയുള്ളത് മണ്ടയ്ക്കുമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ലൈറ്റിൻ്റെ പാർട്ട് 1 ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാർട്ടായിട്ട് വരാൻ പോകുന്നതെന്ന് പറയുമ്പം പിന്നെ നമ്മളിപ്പം അടുത്തത് ഷാഡോസ് ഉള്ള ഒരു പാർട്ടുണ്ട്. പിന്നെ നമുക്ക് ഉംബ്ര ആൻഡ് പെനുംബ്ര ഉണ്ട്. പിന്നെ നമുക്ക് എക്ലിപ്സസും ഉണ്ട്, സോളാർ എക്ലിപ്സ് ഉണ്ട്. ഇതോടെ നമ്മുടെ ICC സിലബസിൻ്റെ ഫിസിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ തീരുകയാണ്. ഞാൻ എവർഗ്രീനാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്ക ICC ബുക്കിലും ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കാര്യം ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്തേക്കുക. ബൈ.